ശരി, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കത്തിൽ പ്രശ്നപരിഹാര ചർച്ചകൾ നടന്നതായി ചൈനീസ് പ്രതിരോധ മന്ത്രാലയം. പടിഞ്ഞാറൻ അതിർത്തി മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ച. സൈനിക നയതന്ത്ര മാർഗങ്ങളിലൂടെ ആശയവിനിമയവും സംഭാഷണവും തുടരാൻ ഇരുപക്ഷവും സമ്മതിച്ചു. ഗാൽവാനിൽ ഇരു സുരക്ഷാ സേനകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് 5 വർഷമായി ബന്ധം വഷളായിരുന്നു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, അതിർത്തിയിൽ ഒരു മഞ്ഞുരുക്കം, വളരെ പോസിറ്റീവായൊരു ചർച്ചയായിരുന്നു. 5 വർഷമായുള്ളൊരു ബന്ധം അത് വഷളായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ ചർച്ചകൾ നടക്കുന്നു. അതൊരു മഞ്ഞുരുക്കമായി കണക്കാക്കാമോ? ഗാൽവനിലെ സംഘർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ അതിരൂക്ഷമായ വാക്പോരടക്കം പല ഘട്ടങ്ങളിലും നടന്നിരുന്നു. അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതിലേക്കും കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഒരു മഞ്ഞുരുക്കത്തിന്റെ സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചൈനയ്ക്കും ഇന്ത്യക്കും ഒരുപോലെ ഈ താരിഫ് വർധനവ് കൊണ്ടുവരികയും ഇരു രാജ്യങ്ങളെയും വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ യോജിച്ച് നീങ്ങാൻ ഇന്ത്യയും ചൈനയും തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഫലം എന്ന രീതിയിലാണ് ഈ സൈനിക തലത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രശ്നപരിഹാര ചർച്ചകൾ നടന്നതായി ചൈനീസ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു. പടിഞ്ഞാറൻ അതിർത്തി മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ച എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. സൈനിക നയതന്ത്ര മാർഗങ്ങളിലൂടെ ആശയവിനിമയവും സംഭാഷണവും തുടരാൻ ഇരുപക്ഷവും സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാൽവനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ച നിബന്ധനകൾ അതെന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട നിബന്ധനകൾ അതെന്തൊക്കെയാണ്? നിലവിലിപ്പോൾ അങ്ങനെ ഒരു ചർച്ചയല്ല ഈ ഘട്ടത്തിൽ നടന്നത്. അത് സൈനിക തലത്തിൽ നടക്കുന്നതോ അല്ലെങ്കിൽ നയതന്ത്രപരമായി നടക്കുന്നതോ ആയ ഒരു ഒഫീഷ്യൽ ചർച്ച എന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. നേരെ മറിച്ച് ഈ പടിഞ്ഞാറൻ മേഖലയിൽ നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില അതിർത്തിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി. കാരണം ഏതെങ്കിലും നിബന്ധനകളുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും അജണ്ടകളുടെ അടിസ്ഥാനത്തിലോ അല്ല നിലവിലെ ഈ ചർച്ച ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതിലാകെ എടുത്ത തീരുമാനം പടിഞ്ഞാറൻ അതിർത്തിയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്താം എന്നുള്ളതാണ്. സംഭാഷണം നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും നിർത്തിവച്ചിരുന്ന ആശയവിനിമയം തുടരാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഗാൽവൻ സംഘർഷത്തിന് ശേഷം അങ്ങനെയൊരു നയതന്ത്ര ചർച്ചയോ അത് സൈനിക തലത്തിലോ അല്ലെങ്കിൽ നയതന്ത്ര തലത്തിലോ ഈ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എല്ലാം തന്നെ ഫ്രീസ് ആയിരുന്നു. അത് തുടരാനുള്ള ഒരു തീരുമാനമെടുത്തു എന്നതിനപ്പുറം ഈ തർക്കത്തിൽ പ്രശ്നപരിഹാര ചർച്ചകൾ നടന്നതായാണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഈ നിമിഷം വരെ ഇന്ത്യ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇത് ചൈനീസ് പ്രതിരോധ മന്ത്രാലയമാണ് ഇങ്ങനെയൊരു വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഒഫീഷ്യലി പ്രതികരണം വന്നിട്ടില്ല. ഒരുപക്ഷെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയേക്കും. നിലവിൽ ഇത് ഇത്തരത്തിൽ ചർച്ചകൾ തുടങ്ങി വെക്കാനുള്ള ഒരു തീരുമാനം അത് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും തുടങ്ങി വെക്കാനുള്ള തീരുമാനം ആശാവഹമാണ് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇതിനെ നമുക്ക് വിലയിരുത്താൻ കഴിയുക. യെസ് ശ്രീകാന്ത്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കത്തിൽ പ്രശ്നപരിഹാര ചർച്ചകൾ നടന്നതായി ചൈനീസ് പ്രതിരോധ മന്ത്രാലയം പറയുന്നു. ഇനി